الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين أما بعد. بسم الله الرحمن الرحيم. وحج بالناس أبو بكر وثم تلا براءة علي وحتم ألا يحج مشرك بعد ولا يطوف عار ذا بأمر فعلا. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഹിജറ 9ാമത്തെ വർഷം നടന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത്. وحج بالناس أبو بكر وثم تلا براءة علي وحتم ألا يحج مشرك بعد ولا يطوف عار ذا بأمر فعلا. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ കൊണ്ട് ഹജ്ജ് നിർവഹിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു നബിയുടെ നിർദ്ദേശപ്രകാരം ബറാഅത്ത് ജനങ്ങളെ ഓതിക്കേൽപ്പിച്ചു. ഇനി മുതൽ മുശ്രിക്കുകളിൽ ഒരാളും തന്നെ ഹജ്ജ് ചെയ്യാനോ വസ്ത്രമുടുക്കാതെ തവാഫ് ചെയ്യുവാനോ പാടുള്ളതല്ല. ഹിജറ 9ാമത്തെ വർഷമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഹജ്ജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വർഷം ഹജ്ജ് നിർവഹിച്ചിട്ടില്ല. തൊട്ടു ശേഷമുള്ള വർഷമാണ് അവിടുന്ന് ഹജ്ജ് നിർവഹിച്ചത്. അതിന് കാരണങ്ങൾ പലതുണ്ട്. അതിലൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിച്ച വർഷമാണ് യഥാർത്ഥത്തിൽ മാസങ്ങൾ ശരിയായി വന്നത്. അതിനു മുൻപ് മുശ്രിക്കുകൾ എന്തു ചെയ്തിരുന്നു? അവരുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് മാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമായിരുന്നു. അഥവാ യുദ്ധം ഹറാമാക്കപ്പെട്ട 4 മാസങ്ങളുണ്ട്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, പിന്നെ റജബ്. ഈ 4 മാസങ്ങൾ ഏതെങ്കിലും ഒന്നിൽ അവർക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? എന്നാ ഈ മാസം റജബാക്കണ്ട, ഇത് ശഅബാനാക്കി കളയാം. അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാസം മാറ്റിക്കളയും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്ത ആ വർഷം മാസങ്ങൾ അത് കറങ്ങി അതിന്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹജ്ജ് ചെയ്ത ആ വർഷം മുശ്രിക്കുകളും ഹജ്ജിനുണ്ടായിരുന്നു. ശിർക്കിന്റെ ആളുകൾ, അവരിൽ പലരുടെയും രീതിയാണ് വിവസ്ത്രരായി വസ്ത്രം ഉടുക്കാതെ തവാഫ് ചെയ്യുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ ആ വർഷം അവരെ അതിൽ നിന്ന് തടഞ്ഞില്ല. കാരണം അവരുമായി മുസ്ലിമീങ്ങൾ കരാറിലായിരുന്നു, ഹജ്ജ് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ. അതുകൊണ്ട് ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുങ്ങിയില്ല. 300 ആളുകൾ അബൂബക്കർ സിദ്ദീഖിന്റെ കൂടെ ഈ ഹജ്ജിനു വേണ്ടി പുറപ്പെട്ടു എന്നാണ്. അങ്ങനെ പുറപ്പെട്ട ശേഷം സൂറത്തു ബറായിലെ, സൂറത്തു തൗബയിലെ ആയത്തുകൾ, ബറാഅത്തു മിനല്ലാഹി വറസൂലിഹി എന്ന് തുടങ്ങുന്ന ആയത്തുകൾ, ഇനി മുതൽ ഈ മസ്ജിദിലേക്ക് ഒരു മുശ്രിക്ക് അടുക്കാൻ പാടില്ല എന്ന ആയത്തുകളും ആ വിവരവുമായി അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അത് പരസ്യമാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടു. അബൂബക്കർ സിദ്ദീഖിനെ അമീറായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ അയച്ചിട്ടുണ്ട്. പിന്നാലെ നബിയുടെ ദൂതനായിട്ടാണ് അലി ബിൻ അബി താലിബിനെ അയക്കുന്നത്. എന്തുകൊണ്ടാണ് അലിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യം അറിയിക്കാൻ അയക്കുന്നത്? കാരണം അലി ബിൻ അബി താലിബ് ജനങ്ങളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്ന കരാറുകൾ അതിൽ മാറ്റം വരുത്താൻ വേണ്ടി, അതായത് കരാറുകൾ ഇനി ഇതാ ഇന്നതാണ് എന്ന രൂപത്തിൽ പലതും അറിയിക്കാൻ വേണ്ടി ആണ് നബി അലി അയക്കുന്നത്. അറബികൾക്കിടയിൽ ഒരു പതിവുണ്ടായിരുന്നു, ഒരാൾ കരാറിലോ മറ്റോ ഏർപ്പെട്ടാൽ പിന്നെ ആ കരാറിൽ വല്ല ഭേദഗതിയും വരുത്തണമെങ്കിൽ ആളുടെ അസബത്തായിരുന്നു അതിനുവേണ്ടി പോവുക. അസബത്ത് എന്ന് പറഞ്ഞാൽ അനന്തര സ്വത്തിൽ തഅസീബായി ഓഹരി വരുന്ന വിഭാഗങ്ങളുണ്ട്.
ഫർദായി ഓഹരി വരുന്നവർ തഅസീബായി ഓഹരി വരുന്ന അത് അനന്തര സ്വത്തിന് ഒരു നിയമമാണ്. ഉദാഹരണത്തിന് ആൺമക്കൾ, അതുപോലെ പിതാക്കൾ, അതുപോലെ സഹോദരന്മാർ, പിതാവിന്റെ സഹോദരന്മാർ, എളാപ്പ മുത്താപ്പമാർ, അവരുടെ മക്കൾ, ഇവരൊക്കെയാണ് അസബത്ത് എന്ന് പറയുക. അവരിൽപ്പെട്ട ആരെങ്കിലുമേ ഒരാളുടെ കരാറിൽ ഭേദഗതി വല്ലതും വരുത്തിയാൽ അയാളാണ് പൊതുവെ അറിയിക്കുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി ആരയച്ചത്? അലി ഇബ്നു അബി ത്വാലിബ്. അബൂബക്കറിനല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയുടെ അസബത്താണോ? അല്ല. അലി റളിയല്ലാഹു അൻഹു നബിയുടെ പിതൃവനായ അബൂ താലിബിന്റെ മകനാണ്. അങ്ങനെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെന്ന് അബൂബക്കർ സിദ്ദീഖുമായി കണ്ടുമുട്ടി. അബൂബക്കർ ചോദിച്ചു എന്നാണ്, അമീറായിട്ടാണോ നിയോഗിച്ചത്? പറഞ്ഞു, അല്ല, റസൂലായിട്ടാണ്, ദൂതനായിട്ടാണ് നിയോഗിച്ചത്. അബൂബക്കർ തന്നെയാണ് അമീർ. അങ്ങനെ ആ ഹജ്ജിന്റെ സന്ദർഭത്തിൽ ആളുകളൊക്കെ ഒരുമിച്ച് ചേരുന്ന ആ മൗഖിഫുകളിൽ, ആ സ്ഥാനങ്ങളിൽ ചെന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയാണ്. കൂടെ അബൂ ഹുറൈറയും ഈ വിവരം പ്രഖ്യാപിക്കാൻ ഉണ്ടായിരുന്നു എന്നാണ്, ആളുകളെ ഉച്ചത്തിൽ അറിയിച്ച് എത്തിക്കാൻ വേണ്ടി. ആ പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങളാണ്. ഒന്ന്, ഇനി മുതൽ അള്ളാഹുവിന്റെ ബൈത്ത് കഅബ ഒരാളും തന്നെ വസ്ത്രമുടുക്കാതെ തവാഫ് ചെയ്യാൻ പാടില്ല. ഒരൊറ്റ മുശ്രിക്ക് ഇനി അടുത്ത വർഷം മുതൽ ഹജ്ജ് ചെയ്യാൻ പാടില്ല. ഒരു മുശ്രിക്കും ഇനി അടുത്ത വർഷം മുതൽ ഹജ്ജിന് വരരുത്. രണ്ട്, ഒരാളും തന്നെ വസ്ത്രമില്ലാതെ തവാഫ് ചെയ്യാൻ പാടില്ല. അത് മുശ്രിക്കുകളായ ആളുകൾ മുമ്പ് ചെയ്തിരുന്ന രീതിയായിരുന്നു. മൂന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിമീങ്ങളും ആരെങ്കിലുമായി മുശ്രിക്കുകളുമായി കരാറിൽ, യുദ്ധമില്ല എന്ന കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ ആ കരാർ എത്ര നാൾ വരെയാണോ അവധി വച്ചിട്ടുള്ളത് അതോടെ അവസാനിക്കും. പിന്നെ കരാറില്ല. മറ്റൊന്ന്, കരാർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുമായി വെച്ചിട്ടില്ലയോ, നിശ്ചിത അവധി നിശ്ചയിച്ചിട്ടില്ലയോ, അവരുമായി 4 മാസത്തേക്ക് യുദ്ധമില്ലാത്ത കരാറുണ്ട്. അത് കഴിഞ്ഞാൽ അള്ളാഹുവും അവന്റെ റസൂലും മുശ്രിക്കുകളിൽ നിന്ന് എല്ലാ കരാറുകളും ഒഴിഞ്ഞിരിക്കുന്നു, എല്ലാ ബന്ധവും ഒഴിവായിരിക്കുന്നു. ഈ പ്രഖ്യാപനം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം അബൂബക്കർ റളിയല്ലാഹു അൻഹു അമീറായി നിർവഹിച്ച ഹജ്ജിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിനുള്ള, തൊട്ടടുത്ത വർഷം നബി ഹജ്ജ് ചെയ്യാൻ പോവുകയാണ്, ആ ഹജ്ജിനുള്ള ഒരു മുന്നോടിയായിരുന്നു, അതിന്റെ ആമുഖമായിരുന്നു. ഈ സംഭവമാണ് ഈ വരികളിൽ, ഈ 2 വരികൾ നിങ്ങൾ കേട്ടത്. അടുത്ത വരി ശ്രദ്ധിക്കുക. وجاءت الوفود فيها تترى هذا ومن نساه آلا شهرا وجاءت الوفود فيها تترى وجاءت الوفود വഫ്ദുകൾ, നിവേദക സംഘങ്ങൾ, പല പല ഗോത്രങ്ങളുടെ പ്രതിനിധികളായ സംഘങ്ങൾ വരികയുണ്ടായി. ഫീഹ, ഈ വർഷം, അഥവാ ഹിജറ 9ാമത്തെ വർഷം. തത്ര, തുടരെ ധാരാളം പ്രതിനിധി സംഘങ്ങൾ വന്നു. ഹാദാ വമിൻ നിസാഹു ആലാ ഷഹ്റ. മറ്റൊരു സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരുമായി ഇലാ ചെയ്ത സംഭവമാണ്. ഇലാ എന്നത് ഫിഖ്ഹിലെ ഒരു പ്രത്യേക കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ഞാനത് വിവരിക്കാം. നബി ഭാര്യമാരുമായി വിട്ടുനിന്ന, അവരോട് അരികിൽ ചെല്ലുകയില്ല എന്ന് സത്യം ചെയ്ത സംഭവമാണ്. ആദ്യം പറഞ്ഞത് എന്താണ്? വഫ്ദുകളാണ്. വഫ്ദുകൾ എന്നാൽ പല പല ഗോത്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങൾ. മുശ്രിക്കുകളായിരുന്നവർ, അവരുടെ സംഘങ്ങൾ, അവരുടെ പ്രതിനിധികൾ, നേതാക്കന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരികയും അങ്ങനെ അറേബ്യയിലെ ചുറ്റുമുള്ള ഗോത്രങ്ങൾ, ഒരുവിധം എല്ലാ ഗോത്രങ്ങളും ഇസ്ലാം സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കരാറിൽ ഏർപ്പെടുകയും ചെയ്ത കാര്യമാണ്. അവരുടെ പ്രതിനിധി സംഘങ്ങൾ മദീനയിൽ വരും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബൈഅത്ത് ചെയ്യും, ഇസ്ലാം സ്വീകരിക്കും. നബി അവർക്ക് ധാരാളം സമ്മാനങ്ങളും മറ്റും നൽകി തിരിച്ചയക്കും. ഇത് പ്രധാനമായും ഉണ്ടായത് ഹിജറ 9ാമത്തെ വർഷവും പിന്നെ 10ാമത്തെ വർഷവുമാണ്. ഹിജറ 9ാമത്തെ വർഷം ആമുൽ വുഫൂദ് എന്ന് വരെ അറിയപ്പെടുന്നുണ്ട്. ധാരാളം ഇങ്ങനെയുള്ള പ്രതിനിധി സംഘങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതുകൊണ്ട്, മദീനയിലേക്ക് വന്നതുകൊണ്ട്. യഥാർത്ഥത്തിൽ അവരൊക്കെ ഇസ്ലാം സ്വീകരിക്കാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം ഫത്ഹ് മക്കയാണ്. മുമ്പ് മക്ക വിജയത്തിന്റെ സമയത്ത് നമ്മൾ അത് പറഞ്ഞിരുന്നു.
അറബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും നിരീക്ഷിച്ചു. പല ഗോത്രങ്ങളും അവർ പറഞ്ഞു നമ്മളിപ്പോൾ സ്വീകരിക്കുന്നില്ല, മക്കയിൽ അദ്ദേഹം ജയിക്കുമോ ഇല്ലേ എന്ന് നോക്കട്ടെ. കാരണം മക്ക അത് പരാജയപ്പെടുത്താനും തകർക്കാനും വന്നവരെ അള്ളാഹു നശിപ്പിച്ച ആമുൽ ഫീലിൽ ആനക്കലഹ സംഭവം അവർക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് അതിനുമേൽ അള്ളാഹു വിജയം നൽകിയാൽ അദ്ദേഹം അള്ളാഹുവിന്റെ യഥാർത്ഥ റസൂലാണെന്നതിനുള്ള തെളിവാണ് എന്ന് പറഞ്ഞ് അതവർ കാത്തിരുന്നു. അത് സംഭവിച്ചപ്പോഴാകട്ടെ അവർ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവരുടെ പ്രതിനിധി സംഘങ്ങൾ ധാരാളം പേർ മദീനയിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ വന്ന പല ഗോത്രങ്ങളുണ്ട്. 9ാമത്തെ വർഷവും 10ാമത്തെ വർഷവുമായി വന്ന പല ഗോത്രങ്ങൾ. ഉദാഹരണത്തിന് ബാഹില, അബു ഉമാമ അൽ ബാഹിലി, ആ സഹാബിയൊക്കെ ആ ഗോത്രക്കാരാണ്. അതുപോലെ ബനു തമീം, ബനു അസദ്, തൈ, ബജീല, അഹ്മസ്, അബ്ദുൽ ഖൈസ്, സഅദ് ഇബ്നു ബക്കർ, സഖീഫ്, അതുപോലെ ദാരി, തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഗോത്രം, ബനു ആമിർ, ബനു ഹനീഫ. ബനു ഹനീഫ യമാമയിലുള്ള ഗോത്രമാണ്. അവരിൽ നിന്നാണ് പിന്നീട് മുസൈലിം അൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകൻ വന്നത്. അപ്പോൾ ആ ഗോത്രത്തിലെ പലരും മുർത്തദ്ദുകളായിപ്പോയി, കുറച്ചു പേരൊഴികെ. പിന്നെ നസ്രാനിൽ നിന്ന് നസ്രാനികളുടെ ഒരു സംഘം വന്നു. അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കരാറിൽ ഏർപ്പെട്ടു. ഒരു അമീനിന്, വിശ്വസ്തനായ ആളെ ഞങ്ങളിലേക്ക് പറഞ്ഞയക്കണം, ഞങ്ങൾ നൽകാനുള്ളത് നൽകാനും ജിസിയയും മറ്റും നൽകാനും മറ്റും വിശ്വസ്തനായ ഒരാളെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. അബൂ ഉബൈദ അൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ പറഞ്ഞയച്ചു. ഇതാണ് ഈ ഉമ്മത്തിലെ അമീൻ, ഈ ഉമ്മത്തിലെ വിശ്വസ്തൻ ഇദ്ദേഹമാണ് എന്ന് പറഞ്ഞു. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് മദീനയിലേക്ക് ധാരാളമായി നിവേദക സംഘങ്ങൾ വന്ന സംഭവം. അതിലൂടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചുറ്റും ജീവിച്ചിരുന്ന അറേബ്യയിലും ചുറ്റുഭാഗങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ഗോത്രങ്ങളെല്ലാം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അല്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കരാറുണ്ടാക്കി. ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിയുടെ ഭരണവും നബിക്ക് കീഴിലാണ് തങ്ങൾ എന്ന കാര്യവും അവരെല്ലാം അംഗീകരിക്കുകയുണ്ടായി. അറേബ്യ ഏതാണ്ട് ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് മുൻപ് തന്നെ അറേബ്യൻ ഉപഭൂഖണ്ഡം അത് ഇസ്ലാമിന് കീഴിൽ വന്നിരുന്നു. അറബ് നാടുകൾ ഇസ്ലാമിന് കീഴിൽ വന്നിരുന്നു. ഇവിടെ പറഞ്ഞിട്ടുള്ള അടുത്ത പ്രധാനപ്പെട്ട കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരുമായി ഈലാ ചെയ്തതാണ്. ഈലാ എന്നാൽ അതൊരു പ്രതിജ്ഞയാണ്, ശപഥം ചെയ്യലാണ്. അതായത് ഭാര്യമാരുടെ അരികിലേക്ക് ഞാൻ ഇത്ര നാൾ ചെല്ലുകയില്ല എന്ന് സത്യം ചെയ്യും. ഖുർആനിൽ അത് പറഞ്ഞിട്ടുള്ള ആയത്ത് ആര് പറയും? ഖുർആനിൽ ഖുർആനിൽ ഈലാഹിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആയത്ത് ലില്ലദീന യുലൂന മിൻ നിസാഇഹിം തറബ്ബുസു 4 അശ്ഹുർ ഫഇൻ ഫാഉ ഫഇന്ന അല്ലാഹ ഗഫൂറുർ റഹീം വഇൻ അസമു الطلاق فإن الله സമീഉൻ അലീം. ലില്ലദീന യുലൂന മിൻ നിസാഇഹിം, ആരാണോ തങ്ങളുടെ ഭാര്യമാരുമായി ഈ ഈല അവരുടെ അരികിലേക്ക് ചെല്ലുകയില്ല എന്ന് ശപഥം ചെയ്യുന്നത്, തറബ്ബുസു 4 അശ്ഹുർ 4 മാസം ആണ് അവരുടെ കാത്തിരിപ്പ്. ഇനി അവർ തിരിച്ചു വരികയാണെങ്കിൽ അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്. ഇനി അതല്ല തലാഖ് തന്നെയാണ് തീരുമാനമെങ്കിൽ വിട്ടുനിൽക്കുക മാത്രമല്ല ഇനി വേണ്ട എന്ന് പറയുകയാണ് എങ്കിൽ അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ്. അതിന്റെ വിധിവിലക്കുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാൾ തന്റെ ഭാര്യയുടെ അരികിൽ ചെല്ലുകയില്ല, അവളുമായി താമസിക്കുകയില്ല എന്ന് സത്യം ചെയ്യുകയാണ് എങ്കിൽ 4 മാസത്തിൽ കൂടാൻ പാടില്ല. അതുപോലെ അതിൽ വരുന്ന മറ്റൊരു വിധിവിലക്കാണ് ഒരാൾ തന്റെ ഭാര്യയുമായി വിട്ടു താമസിക്കുകയാണെങ്കിൽ, വിദേശത്തോ മറ്റോ ഒരാൾ പോയി താമസിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്ക് സമ്മതമില്ലാതെ, ഭാര്യ പറയുകയാണ് പോകുന്നത് ശരിയല്ല, പോകാൻ പാടില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയുകയാണെങ്കിൽ അവളുടെ അനുവാദമില്ലാതെ പോകാൻ അയാൾക്ക് അനുവാദമുണ്ട്. പക്ഷേ 4 മാസത്തിൽ കൂടുതൽ അങ്ങനെ നിൽക്കാൻ പാടില്ല, സമ്മതമില്ല എങ്കിൽ. അതേസമയം സമ്മതത്തോടെയാണ്, പരസ്പര ധാരണയോടെയാണെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന കാലം നിൽക്കാം. നമ്മുടെ സഹോദരങ്ങളായ പ്രവാസികളും മറ്റും നിൽക്കുന്നത് പോലെ 2 വർഷവും 3 വർഷമൊക്കെ നിന്ന് തിരിച്ചു വരുന്ന ആളുകളുണ്ട്. പരസ്പര ധാരണയിലാണ് അങ്ങനെ പോകുന്നത്. പൊതുവെ അതിൽ തെറ്റില്ല. അതേസമയം
സമ്മതമില്ല, പറ്റുകയില്ല എന്ന് ഭാര്യ പറയുകയാണ് എങ്കിൽ ഒരാൾക്ക് എത്ര നാൾ മാത്രമേ വിട്ടു നിൽക്കാൻ വാദമുള്ളൂ? കൂടി വന്നാൽ എത്ര മാസം? 4 മാസം. അല്ല എങ്കിൽ തിരിച്ചു വരണം. ഭാര്യ ഖാദിയുടെ അരികിൽ ചെന്നു പരാതി പറഞ്ഞാൽ അദ്ദേഹം വിധിക്കും, അയാൾ വരണം. ഇനിയും എന്നിട്ട് വരുന്നില്ല എന്നാണെങ്കിൽ തലാഖ് ചൊല്ലണം, ആളിങ്ങനെ കെട്ടിയിടരുത്, അവൾ വേറെ വിവാഹം കഴിച്ച് ജീവിച്ചോട്ടെ എന്നീ രൂപത്തിൽ ഖാദി ഇസ്ലാമിക ഭരണകൂടം ഉള്ളിടത്ത് അല്ലെങ്കിൽ ഖാദിക്ക് സ്ഥാനമുള്ളിടത്ത് വിധിക്കും. ഇതാണ് ഈലാഇന്റെ വിധി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുത്തെ ഭാര്യമാരുടെ അരികിൽ ചൊല്ലുകയില്ല 1 മാസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നബിയുടെ ചരിത്രത്തിൽ പ്രസിദ്ധമായൊരു സംഭവമാണ്. എന്തിനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭാര്യമാരിൽ നിന്ന് ഇവയ്ക്ക് പ്രയാസകരമായ ചില വാക്കുകൾ കേൾക്കേണ്ടി വരികയും ചില അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്തതിന്റെ പേരിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തത്. അത് ഒന്നിലധികം സംഭവം ഉണ്ടായിരുന്നു എന്നാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാഹ് പറയുന്നത്. അതിലൊന്നായിരുന്നു തേൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കുകയില്ല എന്ന് പറഞ്ഞ സത്യം ചെയ്ത സംഭവം. ഇബ്നു ഹജർ പറയുന്നത് ഈ ഒരൊറ്റ സംഭവത്തിന്റെ പേരിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1 മാസം പോലും സത്യം ചെയ്തു. കാരണം നബിയുടെ ക്ഷമയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹനവുമെല്ലാം നോക്കിയാൽ നമുക്ക് കാണാം പല സംഭവങ്ങൾ ഉണ്ടായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഒരു മര്യാദ പഠിപ്പിക്കാൻ അങ്ങനെ ചെയ്തു എന്ന് മാത്രം. അതിലൊന്നാണ് തേനിന്റെ സംഭവം. നബി ഒരു ഭാര്യയുടെ അരികിൽ നിന്ന് തേൻ കുടിക്കും. ഇപ്പോൾ ഭാര്യമാരിൽ മറ്റു ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ പറഞ്ഞൊത്തു, നബി ഇനി വന്നാൽ നബിയുടെ വായിൽ നിന്ന് മോശമായൊരു വസ്തു ഉണ്ടായിരുന്നു, കഴിച്ചാൽ മോശം മണം വരുന്നൊരു വസ്തുവിന്റെ മണം അത് അനുഭവപ്പെടുന്നു എന്ന് പറയാൻ ഇവർ തമ്മിലൊത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നു എന്ത്? തന്നിൽ നിന്നൊരു മോശമായ ഗന്ധം വരിക എന്നത്. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി തയ്യിബ് സുഗന്ധം ഉപയോഗിക്കുമായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, ഞാൻ ഇന്ന് അവളുടെ അരികിൽ നിന്ന് തേൻ കുടിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പൊ ഭാര്യമാർ പറഞ്ഞു, എന്നാൽ ആ തേനീച്ച ഈ പറഞ്ഞ വസ്തു തിന്നിട്ടുണ്ടാവും, ആ മണമാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്തു, ഞാൻ തേൻ കുടിക്കുകയില്ല, സത്യം ചെയ്തു പറഞ്ഞു. അങ്ങനെയാണ് ഏത് സൂറത്ത് ഇറങ്ങുന്നത്? സൂറത്തു തഹ്രീം. യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗി മർദാത അസ്വാജിക. എന്തിനാണ് നബിയെ ഭാര്യമാരുടെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹു ഹലാലാക്കിയത് സ്വയം ഹറാമാക്കുന്നത് എന്ന് പറഞ്ഞ് ആ സൂറത്തിലെ മനോഹരമായ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. ഇതും ഒരു കാരണമായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്തു 1 മാസം ഇനി ഭാര്യമാരുടെ അരികിലേക്ക് ചെല്ലുകയില്ല എന്ന്. ആ സംഭവം വിവരിക്കുന്ന ദീർഘമായ ഹദീസ് ഇമാം ബുഖാരിയുടെ സഹീഹിലും മറ്റും നമുക്ക് കാണാം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മനോഹരമായ സംഭവം. ഇബ്നു അബ്ബാസ് അദ്ദേഹം ഈ സംഭവത്തെക്കുറിച്ച് ചോദിക്കാൻ, അഥവാ ആ സൂറത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ത്? വഇൻ തദാഹറ അലൈഹി ഫഇന്ന അല്ലാഹ ഹുവ മൗലാഹു. ആ രണ്ട് ഭാര്യമാരെ കുറിച്ച് അള്ളാഹു പരാമർശിച്ചു. അതാരാണെന്ന് ഉമറിനോട് ചോദിക്കാൻ ഇബ്നു അബ്ബാസ് പറയുന്നത്, ഞാൻ കുറേ കാത്തിരുന്നു ഒരു അവസരം കിട്ടാൻ. പക്ഷെ ഉമർ നല്ല ഹൈബത്തുള്ള ഗംഭീരമുള്ള ആളാണ്. അങ്ങനെ പല സന്ദർഭത്തിൽ ഞാൻ ഒരിക്കൽ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരിക്കൽ ഉമറിന് വുദൂ എടുക്കാൻ വേണ്ടി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ചെന്നു. അപ്പോൾ ഞാൻ ഈ ആയത്ത് ചോദിച്ചു, ഇത് ആരെക്കുറിച്ചാണ്? ഉമർ പറഞ്ഞു, ആയിഷ ഹഫ്സ. ഒന്ന് ആയിഷയെ കുറിച്ചാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ, നമ്മുടെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. രണ്ടാമത്തേത് ഉമറിന്റെ മകൾ തന്നെയാണ്, ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. അവർ ഏറ്റവും നല്ല സ്ത്രീകളാണ്. ഈ ലോകത്തും പരലോകത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇണകളാണ്, നമ്മുടെ ഉമ്മമാരാണ്. മറ്റുള്ള അവർക്ക് ശേഷമുള്ള സ്ത്രീകളെ തട്ടിച്ചു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പെരുമാറിയ പെരുമാറ്റം ശേഷമുള്ള സ്ത്രീകൾ ആളുകളോട് പെരുമാറുന്നതിനേക്കാൾ എത്രയോ ഉന്നതമായ നിലയിലാണ്. എന്നാൽ മനുഷ്യ സഹജമായ സ്ത്രീ സഹജമായ ചില പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള കുടുംബജീവിതത്തിൽ ഉണ്ടായതാണ് ആ ആയത്തുകൾ ഇറങ്ങാനുള്ള കാരണം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അത് പറയുന്ന സംഭവം നമുക്ക് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. ദീർഘമായ റിവായത്താണ്. ഇൻഷാ അല്ലാഹ് ഞാനത് ചുരുക്കി വിവരിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനും അൻസാറുകളിൽപ്പെട്ട
എന്റെ ഒരു അയൽവാസിയും കൂടി എന്തു ചെയ്യുമായിരുന്നു, ഞങ്ങൾ ഊഴം വെച്ച് നബിയുടെ മജ്ലിസിൽ ഇരിക്കുമായിരുന്നു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ ഇരുന്നാൽ അദ്ദേഹം ജോലിക്ക് പോകും, അദ്ദേഹം ജോലിക്ക് പോയാൽ ഞാൻ നബിയുടെ മജ്ലിസിൽ ഇരിക്കും. എന്നിട്ട് പഠിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കും. നോക്കൂ നിങ്ങൾ, എങ്ങനെയാണ് അവർ രണ്ട് ഖൈറുകൾ സമ്മേളിപ്പിച്ചത് എന്ന്. രണ്ട് ഖൈറുകൾ ഒരുമിച്ച് കൊണ്ടുപോയത്. അവരുടെ ജീവിതം അത് കൊണ്ടുപോയി, അതോടൊപ്പം പഠനവും ഒന്ന് തടസ്സമാകാത്ത രൂപത്തിൽ അവർ കൊണ്ടുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബത്തിനെ അതിന്റെ പേരിൽ ആക്ഷേപിക്കുകയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകാരമാണ് അതിനുണ്ടായിരുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസ് അവിടെ ഉണ്ടായിരിക്കെ അത് ഉപേക്ഷിച്ചിട്ടാണ് അവരെന്തിനു പോയത്? ജോലിക്ക് പോയത്. എന്തുകൊണ്ടാണ്? അവനവന്റെ കുടുംബത്തിനെ നോക്കാതെ അവരെ പാഴാക്കി കളയുക എന്നത് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ ജനങ്ങൾ ദീൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ മജ്ലിസിൽ ഇരിക്കാതെ നീ പഠിക്കുപോയോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല. കാരണം അതൊരു മനുഷ്യന് ആവശ്യമുള്ള കാര്യമാണ്. അതേസമയം ആ ഒഴിവായ സമയത്തും പഠിക്കാൻ അവർ സംവിധാനം ചെയ്തു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അങ്ങനെ ഞാനും ഈ സഹോദരനും മാറി മാറി നബിയുടെ മജ്ലിസിൽ ഇരിക്കും. എന്നിട്ട് ഉമർ പറയുകയാണ്, ഞങ്ങൾ ഖുറൈശികൾ മക്കക്കാർ എങ്ങനെയുള്ളവരായിരുന്നു? ഞങ്ങൾ നഗ്ലിബുൻ നിസാ, സ്ത്രീകൾ ഞങ്ങൾക്ക് കീഴിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഭരിക്കാൻ ഞങ്ങൾ അവരെ സമ്മതിച്ചിരുന്നില്ല. അതേസമയം മദീനയിലെത്തിയപ്പോൾ മദീനക്കാരുടെ സ്വഭാവം പൊതുവെ എങ്ങനെയാണ്? അവരുടെ സ്ത്രീകളാണ് സ്ത്രീകൾക്കൊരു മേൽക്കോയ്മ പുരുഷന്മാരുടെ മുകളിൽ ഉണ്ട്. ചില നാടുകളിൽ അങ്ങനെ ഉണ്ടാകുമെന്നാണ്. ഇപ്പം മിസ്ർ അതിനറിയപ്പെട്ട നാടാണ്. സ്ത്രീകൾ പുരുഷന്മാരെ ഭരിക്കും. അതിന് കാരണം ഇബ്നു കസീറൊക്കെ പറയുന്നത്, അല്ലാഹു അലം, മൂസ അലൈഹിസ്സലാമും കൂട്ടരും രക്ഷപ്പെട്ടു, ഫറഔനെയും കൂട്ടരെ അള്ളാഹു മുക്കി നശിപ്പിച്ചു. പിന്നീട് ഈജിപ്തിലേക്ക് അവർ തിരിച്ചു ചെന്നപ്പോൾ ഈ ബനു ഇസ്രായേൽ ഖിബ്തികളായ സ്ത്രീകളെ കല്യാണം കഴിച്ചു. നേരത്തെ രാജാക്കന്മാരായിരുന്ന ആളുകളുടെ ഭാര്യമാരാണ്. ഇപ്പോഴത്തെ ഭർത്താവ് നേരത്തെ ഇവരുടെ അടിമകളായിരുന്നു, ജോലിക്കാരായിരുന്നു. അപ്പൊ ആ സ്വഭാവം തന്നെ വിവാഹത്തിന് ശേഷവും അവർ കാണിച്ചു. അങ്ങനെ ആ സ്വഭാവം ഇന്നും മിസ്റിൽ കാണാമെന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തഫ്സീറിൽ പറയുന്നത് കാണാം. ഇബ്നു കസീറിന്റെ കാലത്താണ്. ഇന്നത്തെ മിസ്റിന്റെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയില്ല, അല്ലാഹു അലം. അപ്പൊ നോക്കൂ, ഇങ്ങനെ ചില നാടുകൾക്ക് ചില സ്വഭാവം ഉണ്ടാകും. ഉമർ പറയുകയാണ്, മദീനക്കാർക്ക് ഈ സ്വഭാവമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലെത്തിയപ്പോൾ ഞങ്ങളുടെ പെണ്ണുങ്ങൾ ഈ പെണ്ണുങ്ങളെ കണ്ടുപഠിച്ചു. അവരും ആ സ്വഭാവം സ്വീകരിച്ചു. അങ്ങനെ ഞാൻ ഒരിക്കലും എന്റെ ഭാര്യയുടെ ഒരു കാര്യത്തിന് ചൂടായപ്പോൾ എന്നെ ഇങ്ങോട്ട് ചോദ്യം ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ എന്നെ ചോദ്യം ചെയ്യണം? അപ്പൊ ഭാര്യ പറഞ്ഞു, അള്ളാഹുവാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ നബിയെ ചോദ്യം ചെയ്യാറുണ്ട്, നബിയോട് അങ്ങോട്ട് കയറി പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പകൽ മുഴുവൻ നബിയോട് പിണങ്ങി നിൽക്കാറുണ്ട് ഭാര്യമാർ എന്ന് ഉമറിന്റെ ഭാര്യ ഉമറിനോട് പറഞ്ഞു. ഉമർ പറയണം, ഇത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, ഖദ് ഖാബ മൻ ഫഅല ദാലിക മിൻഹുൻ. അവരുടെ നബിയുടെ ഭാര്യമാരിൽ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ആ ചെയ്തവൾ തുലഞ്ഞു പോകും. ഉമർ പറയുകയാണ്, അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എന്റെ മകൾ ഹഫ്സയുടെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, ഹഫ്സ, ഇങ്ങനെ നിങ്ങൾ ചെയ്യാറുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദേഷ്യം പിടിക്കാറുണ്ടോ? ഹഫ്സ പറഞ്ഞു, നഅം. ഉമർ പറഞ്ഞു, ഖദ് ഖിബ്തി വഖസിർതി. ഇങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നീ നശിച്ചു പോകും. നിനക്ക് പേടിയില്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നോട് കോപിച്ച് അതുവഴി അള്ളാഹു നിന്നോട് കോപിക്കും, അങ്ങനെ നീ നശിച്ചു പോകും. അത് നിനക്ക് പേടിയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നീ അങ്ങനെ ഒന്നും എതിർത്തു പറയരുത്. ഒരു കാര്യത്തിന് നബിയോട് കയർത്തു സംസാരിക്കരുത്, നബിയോട് പിണങ്ങി നിൽക്കരുത്. നിനക്ക് വേണ്ടത് എന്നോട് ചോദിച്ചോളൂ. നിന്റെ അയൽവാസി നിന്നെക്കാൾ ഭംഗിയുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടുതൽ പ്രിയമുണ്ട്, അത് കണ്ട് നീ കളിക്കരുത്. ആരെ കുറിച്ചാണ് പറയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു മകളുടെ അരികിൽ നിന്ന് മടങ്ങി നബിയുടെ മറ്റൊരു ഭാര്യയായ ഉമ്മു സലമയുടെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് ഇതുപോലെ ചോദിച്ചു എന്നാണ്, നിങ്ങൾ ഇങ്ങനെ നബിയോട് പിണങ്ങാറുണ്ടോ? നബിയോട് ഇങ്ങനെ അങ്ങോട്ട് സംസാരിക്കാറുണ്ടോ എന്ന് പറഞ്ഞാൽ, ഭാര്യ ഭർത്താക്കന്മാർ വളരെ സ്നേഹമുള്ളവർ തമ്മിൽ ചിലപ്പോഴുണ്ടാകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരമാണ് അവിടെ ഉദ്ദേശം. അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബിയോട് എതിരാളികൾ പെരുമാറുന്നത് പോലെയുള്ള ബഹുമാനമില്ലാത്ത പെരുമാറ്റമല്ല. ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം അറിയാവുന്ന ചിലപ്പോഴൊക്കെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരമാണ് ഈ ഉദ്ദേശം.
അവരേറ്റവും നല്ല ആളുകളാണ്, ഈ ഉമ്മത്തിൽ ഏറ്റവും ഹൈറായ ആളുകളാണ് എന്ന് ആദ്യമേ മനസ്സിലുണ്ടാവുക. ഇത് ഉമ്മു സലമയോട് ചെന്ന് ചോദിച്ചപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉമറിനോട് പറഞ്ഞു, എന്താണ് ഉമർ? കയറി ഇടപെട്ട് അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ തുടങ്ങിയോ? നബിയുടെ ഭാര്യമാരുടെ ഒക്കെ കാര്യത്തിലും ഇടപെടാൻ തുടങ്ങിയോ? അപ്പോ ഉമർ പറയണം, ഫഅഖദത്നി വല്ലാഹി അഖ്ദൻ കസറത്നി. ഉമ്മു സലമ ആ പറഞ്ഞപ്പോ ഞാൻ ആകെ തളർന്നുപോയി. ആ മറുപടി കിട്ടിയപ്പോ ചില റിവായത്തുകളിൽ കാണാം, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിൽ ചെന്ന് ഈ ഇതുപോലത്തെ ചോദ്യം ചോദിച്ചു. അപ്പൊ ആയിഷ പറഞ്ഞു, നിങ്ങളുടെ മോളെ കാര്യം നോക്കിയാൽ മതി, നിങ്ങൾ മോളെ കാര്യം നോക്കിയാൽ മതി എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഉമറിനോട് പറയുകയുണ്ടായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ ആ കാലത്ത് ഞങ്ങൾക്കിടയിൽ മദീനയിൽ ഒരു സംസാരമുണ്ടായിരുന്നു. എന്താണത്? അതായത് ഗസ്സാനിലെ രാജാവ് മദീന ആക്രമിക്കാൻ പദ്ധതി ഇടുന്നുണ്ട്, അയാളതിന് തയ്യാറെടുക്കുന്നുണ്ട് എന്ന ഒരു കിംവദന്തി ഇങ്ങനെ മദീനയിൽ ഉണ്ടായിരുന്നു. ആ ഒരു പേടി ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഞാൻ എന്റെ വീട്ടിൽ രാത്രി വീട്ടിലായിരിക്കെ എന്റെ വാതിലിന് വന്ന് ഉച്ചത്തിലാരോ മുട്ടുന്നു. ഉമർ പറയാണ്, ഞാൻ പേടിച്ചുപോയി. ആ മുട്ടലിൽ ഞാൻ പേടിച്ചുപോയി. ഞാൻ തുറന്നപ്പോൾ ആരാണ്? എന്റെ അൻസാറിയായ കൂട്ടുകാരനാണ്. അതായത് ഞാൻ ഇല്ലാത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസിൽ ഇരുന്ന് പഠിച്ചത് എനിക്ക് പറഞ്ഞു തരുന്ന കൂട്ടുകാരനാണ്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അദ്ദേഹം പറഞ്ഞു, ഹദസൽ യൗമ അംറുൻ അളീം, ഒരു ഭയങ്കരമായ സംഭവം ഉണ്ടായിരിക്കും. അപ്പോൾ ഉമർ ചോദിച്ചു, എന്താണ്? അജാ ഗസ്സാൻ, ഗസ്സാൻ രാജാവ് ആക്രമിക്കാനായി വന്നു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, അല്ല, അതിനേക്കാളും വലുതാണ്, അതിനേക്കാളും പേടിപ്പെടുത്തുന്ന കാര്യമാണ്. എന്താണ്? തല്ലഖൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം നിസാഅഹ്. ഇദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ എല്ലാം തലാഖ് ചൊല്ലിയിരിക്കുന്നു. ഉമറിനോട് ഇദ്ദേഹം വന്ന് പറയുകയാണ്. ഉമർ ഇത് കേട്ട ഉടനെ പറഞ്ഞു, ഖാബത് ഹഫ്സ വഖസ, ഹഫ്സ പറഞ്ഞു, ഹഫ്സ നശിച്ചതാണ്. ഇത് കേട്ടപ്പോൾ ഉമർ ആദ്യം അങ്ങനെ പറഞ്ഞുപോയി. എന്നിട്ട് ഉമർ പറഞ്ഞു, ഞാനിത് പ്രതീക്ഷിച്ചതായിരുന്നു, ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. ഉമർ പുറത്തിറങ്ങുമ്പോഴുള്ള വസ്ത്രമൊക്കെ എടുത്തണിഞ്ഞ് ഫജ്ർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മഷ്റൂബ ഉണ്ടായിരുന്നു. മഷ്റൂബ എന്ന് പറഞ്ഞാൽ ഒരൽപ്പം ഉയരത്തിലുള്ള ഒരു മുറിയാണ്, വീട്ടിൽ നിന്ന് വിട്ട് താമസിക്കാനുള്ള ഒരു മുകളിലുള്ള ഒരു മുറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. അവിടെ നബി കയറി ഒറ്റക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുകയാണ്. ഞാൻ ഹഫ്സയുടെ അരികിലേക്ക് ചെന്നു. ഹഫ്സ കരയുന്നു. ഞാൻ ചോദിച്ചു, മാ യുബ്കിക്ക്, എന്തിനാണ് കരയുന്നത്? ഞാൻ നിനക്ക് മുമ്പേ താക്കീത് നൽകിയിരുന്നില്ലേ? അത്തല്ലഖകുന്ന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ എല്ലാം തലാഖ് ചൊല്ലിയോ? അപ്പോൾ ഹഫ്സ പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല. നബിദ ഞങ്ങളൊക്കെ വിട്ട് ഈ മഷ്റൂബയിൽ വിശ്രമിക്കുക, അവിടെ ഒറ്റക്ക് കഴിയുകയാണ്. ഉമർ പറഞ്ഞു, ഞാൻ മസ്ജിദിൽ തിരിച്ചു ചെന്നു. നോക്കുമ്പോൾ അവിടെ മിമ്പറിന് അടുത്ത് കുറെ ആളുകൾ ഇരുന്നിട്ട് ഇങ്ങനെ കരയുകയാണ്. ഉണ്ടായ സംഭവം അവർക്കെല്ലാം പ്രയാസകരമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ തലാഖ് ചൊല്ലി എന്നാണ് അവിടെ വാർത്ത വരുന്നത്. അവർ കരയുകയാണ്. ഉമർ പറഞ്ഞു, ഞാൻ അവിടെ കുറച്ചു നേരം ഇരുന്നു, പക്ഷെ എനിക്ക് വീണ്ടും ക്ഷമ കിട്ടുന്നില്ല. ഞാൻ എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മുകളിലുള്ള മുറിയുടെ അരികിലേക്ക് ചെന്നു. അപ്പൊ അവിടെ കാവലിന് നബിയുടെ ഒരു ഭൃത്യനായിരുന്ന റബാഹ് എന്ന ഒരാളുണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, റബാഹ് ഇസ്തഅ്ദിൻ ലി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോട് പോയി ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് അനുവാദം ഒന്ന് ചോദിച്ചാലും. റബാഹ് പോയി അനുവാദം ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മറുപടി പറഞ്ഞില്ല. ഉമർ വരട്ടെ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല. റബാഹ് എന്ത് ചെയ്തു? ഉമറിനോട് വന്ന് പറഞ്ഞു, ഞാൻ അനുവാദം ചോദിച്ചു, പക്ഷെ നബി ഒന്നും മിണ്ടില്ല. ഉമർ പറഞ്ഞു, ഞാൻ വീണ്ടും മസ്ജിദിലേക്ക് വന്നു. ആ ആളുകൾ ഇങ്ങനെ അവിടെ ഇരുന്ന് കരയുകയാണ്. അവരുടെ കൂടെ കുറച്ചേരം ഇരുന്നു, പക്ഷെ വീണ്ടും എനിക്ക് സമാധാനമില്ല. ഞാൻ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ ചെന്നു. റബാഹിനോട് ഒന്നുകൂടി അനുവാദം ചോദിക്കാൻ പറഞ്ഞു. റബാഹ് ഒന്നുകൂടി അനുവാദം ചോദിച്ചു. വന്നിട്ട് പറഞ്ഞു, ഞാൻ നബിയോട് പറഞ്ഞു, ഒന്നും മിണ്ടിയില്ല. ഉമർ തിരിച്ചു മസ്ജിദിലേക്ക് വീണ്ടും അതുപോലെ. വീണ്ടും കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ പിന്നെയും ഉമറിന് സബർ കിട്ടിയില്ല. എന്നിട്ട് ഉമർ വീണ്ടും അവിടേക്ക് ചെന്ന് താഴെ നിന്ന് തന്നെ ഒച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കുമാർ പറഞ്ഞു, അള്ളാഹുവാണ് നബിയെ, ഹഫ്സയെ എന്തെങ്കിലും കൊന്നുകളയാൻ
ആണ് നിങ്ങൾ കൽപ്പിച്ചത് എങ്കിൽ അതുപോലും ഞാൻ ചെയ്യുമായിരുന്നു. ഹഫ്സയുടെ കാര്യം സംസാരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, ഹഫ്സക്ക് വേണ്ടി വാദിക്കാനാണ് എന്ന് വന്നത് എന്നാണ് നബിയെ അങ്ങ് വിചാരിച്ചതെങ്കിൽ അങ്ങനെയല്ല, ഹഫ്സക്ക് വേണ്ടിയല്ല ഞാൻ വന്നത്. എന്നിട്ട് വീണ്ടും റബാഹിനോട് അനുവാദം ചോദിക്കാൻ പറയണം. റബാഹ് പോയി തിരിച്ച് അതേ മറുപടി പറഞ്ഞു. പക്ഷേ ഉമർ തിരിച്ചു പോകുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകിയിരിക്കുന്നു, അങ്ങോട്ട് പോകാൻ കയറാൻ പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചെന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കിടക്കുകയാണ്. ഒരു വെറും പായയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്നു. നബിയുടെ ശരീരത്തിൽ അതിന്റെ അടയാളങ്ങളുണ്ട്. പായയിൽ കിടന്നതിന്റെ അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലുണ്ട്. ഒരു മെത്തയോ ഒരു വിരിപ്പോ ഒന്നും ഇല്ലാതെ ആ വെറും പായയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുകയാണ്. ഞാൻ ആ മുറിയിലേക്ക് നോക്കുമ്പോൾ ഒരാൾക്ക് ആശ്ചര്യം തോന്നാവുന്ന ഒന്നുമില്ല, ഒരു ആഡംബരവുമില്ല. മറിച്ച് അവിടെ ഏതാനും ഉണക്കിയിട്ട തോലുകൾ മാത്രം, ഇങ്ങനെ മൃഗത്തിന്റെ തോലുകൾ മാത്രം ഉണ്ട്. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് തല്ലഖ്ത നിസാഅക്, നബി അങ്ങ് താങ്കളുടെ ഭാര്യമാരെ തലാഖ് ചൊല്ലിയിട്ടുണ്ടോ? ഫഖാല ലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അതായത് അതൊരു തെറ്റായ വാർത്തയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈലാണ് ചെയ്തത്, പക്ഷെ തലാഖായി എന്നാണ് പ്രചരിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്കിടയിൽ പ്രചരിച്ചു. അതുകൊണ്ടാണ് ഉമറിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരാൾ ഇത് പറഞ്ഞ് അതുപോലെ ആളുകൾ അവിടെ ഇരുന്ന് കരയുന്നത്. അപ്പം അതിൽ നമുക്ക് മനസ്സിലാക്കാം, ചിലപ്പോൾ പല ആളുകളും പറഞ്ഞാലും ചിലപ്പോൾ ആ വാർത്ത ശരിയാകണമെന്നില്ല, ചിലപ്പോൾ തെറ്റായിരിക്കും. ആളുകൾ എവിടുന്നോ അവർക്ക് കിട്ടിയ ഒരു തെറ്റായ വിവരമായിരിക്കും. അതൊരാൾ പറഞ്ഞു, വേറൊരാൾ കേട്ടു, ഒരാൾ പറഞ്ഞത് ചിലപ്പോൾ വേറെ രൂപത്തിൽ വേറൊരാൾ കേട്ടേക്കാം. ഇങ്ങനെയെല്ലാം തെറ്റായ വാർത്തകൾ പ്രചരിച്ചേക്കും. അതിൽ ആ പാഠം ഈ ഹദീസിലുണ്ട് എന്നാണ്. എന്നിട്ട് ഉമർ പറഞ്ഞു, ഞാനിങ്ങനെ നിൽക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്നു. നബിയോടൊന്ന് അടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത്, ഗൗരവത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്ന് സംസാരിച്ചൊന്ന് അടുക്കാൻ വേണ്ടി, ഒന്ന് മയപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞു, നബിയെ നിങ്ങൾക്കറിയില്ലേ, നമ്മൾ ഖുറൈശികൾ സ്ത്രീകളെ ഞങ്ങളെ ഭരിക്കാൻ നമ്മൾ അനുവദിക്കുമായിരുന്നില്ല മക്കയിൽ വെച്ച്. പക്ഷെ ഇവിടെ മദീനയിലെത്തിയപ്പോൾ ഇവർ ഈ സ്ത്രീകളുടെ അൻസാറുകളായ സ്ത്രീകളുടെ സ്വഭാവം കണ്ട് ഇവരും പഠിച്ചു. അങ്ങനെ ഇവരിപ്പോ ഇങ്ങനെയായി മാറി. ഇത് പറഞ്ഞപ്പോൾ ഫതബസ്സമ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ ഉമർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഹഫ്സയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിന്റെ കൂട്ടുകാരി നല്ല ഭംഗിയുള്ള നബിയോട് കൂടുതൽ അടുപ്പമുള്ള അവളെ കണ്ട് നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി ചിരിച്ചു. ചില ഹദീസുകളിൽ കാണാം, അള്ളാഹുവിന്റെ റസൂലിനെക്കാളും ഭംഗിയുള്ള ഒരു പുഞ്ചിരി ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന് ഉമർ പറയുന്നത് കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുഞ്ചിരി പോലെ ഭംഗിയുള്ള മറ്റൊരു പുഞ്ചിരി ഞാൻ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചിരിച്ചപ്പോൾ ഉമർ പറയുകയാണെന്ത്, അപ്പൊ നിൽക്കുകയായിരുന്നു, ഞാൻ ഇരുന്നു. നബിയോട് സംസാരിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു, ഞാൻ ഇരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ നോക്കി. അപ്പോൾ ആ മുറിയിൽ ഈ അവസ്ഥയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? ഇത്രയും വലിയ ഭരണാധികാരിയാണ്, അള്ളാഹുവിന്റെ അന്തിമ റസൂലാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശ്രമിക്കാനുള്ള ആ മുറിയിൽ എന്താണുള്ളത്? ഒരു കാണാൻ മാത്രം ഒന്നുമില്ല. നോക്കൂ നിങ്ങൾ, രാജാക്കന്മാർ അവരുടെ സുഖവാസങ്ങൾക്കും അതുപോലെ അവരുടെ വെക്കേഷനുകളിലും മറ്റും അവർ പോകുന്ന ഇടങ്ങളും അവരുടെ താമസ സ്ഥലങ്ങളും ഒക്കെ എന്തായിരിക്കും? ഇതിങ്ങനെ കണ്ടു. ഉമർ പറയുകയാണ്, ഞാനിങ്ങനെ ചുറ്റും നോക്കി. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഉദ്ഉല്ലാഹ് ഫലിയുസ്സി അലാ ഉമ്മതിക്, അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്താലും അല്ലാഹു അങ്ങയുടെ ഉമ്മത്തിന് ഒരു വിശാലത നൽകാൻ. ونبي فإن فارس والروم قد وسع عليهم وأعطوا الدنيا وهم لا يعبدون الله. പേർഷ്യക്കാരും റോമക്കാരും ഒക്കെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാത്തവരാണ്, മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്. എന്നിട്ട് അവർക്ക് അള്ളാഹു ദുനിയാവ് വിശാലമായി നൽകിയില്ലേ? ചില റിവായത്തുകളിൽ ഉള്ളത് ഉമർ ഇതിങ്ങനെ നോക്കിയിട്ട് കരഞ്ഞു എന്നാണ്. എന്നിട്ട് പറഞ്ഞു, കിസ്റ, കൈസർ ഇവരൊക്കെ എന്ത് അവസ്ഥയിലാണ്? ഓ നബി, അങ്ങയുടെ സ്ഥിതിയോ ഇതിങ്ങനെയാണല്ലോ. ഇത് കേട്ടപ്പോൾ
കിടക്കുകയായിരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു. എന്നിട്ട് ചോദിച്ചു, ഫി ശക്കിൻ അൻത യാ ഇബ്നുൽ ഖത്താബ്, ഇബ്നുൽ ഖത്താബ് നിനക്കെന്താ സംശയമുണ്ടോ? ഇന്ന ഉലൈക ഖൗമുൻ ഉജ്ജിലത് ലഹും തയ്യിബാതുഹും ഫിൽ ഹയാത്തി ദുനിയ. ആ ഖൗം, ആ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ തയ്യിബാത്തുകൾ, വിശിഷ്ടമായ കാര്യങ്ങൾ ദുനിയാവിൽ നേരത്തെ കിട്ടിയ ആളുകളാണവർ, പരലോകത്തൊന്നുമില്ലാത്തവർ. കുഫാറുകളെ കുറിച്ച് ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ കിടക്കുകയായിരുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നിട്ടാണ് മറുപടി പറഞ്ഞത്. അപ്പോൾ ഉമർ പറഞ്ഞു, ഇസ്തഗ്ഫിർ ലി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് വേണ്ടി പാപമോചനം തേടിയാലും. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അരികിലേക്ക് ഒരു മാസം ചെല്ലുകയില്ല എന്ന് ശപഥം ചെയ്യുകയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ മറ്റു ചില വാചകങ്ങൾ ഹദീസിന്റെ കിതാബുകളിൽ കാണാം. ഉമർ പറഞ്ഞു, നബിയെ, അല്ലാഹുവിന്റെ റസൂലേ, ഇങ്ങനെ താങ്കളുടെ ഭാര്യമാർ താങ്കളെ ബുദ്ധിമുട്ടിച്ച് താങ്കൾ അവരെ തലാഖ് ചൊല്ലിയാൽ ഒരു കുഴപ്പവുമില്ല, അള്ളാഹുവാണ് താങ്കളുടെ രക്ഷാധികാരി. ഫഇന്ന അല്ലാഹ മൗലാക്ക്, അള്ളാഹു താങ്കളുടെ രക്ഷാധികാരിയായുണ്ട്. അതുപോലെ താങ്കളുടെ സഹായികളായി ജിബ്രീലുണ്ട്, മീകായിലുണ്ട്, ഞാനുണ്ട്, അബൂബക്കറുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ സൂറത്ത് തഹരീമിൽ അവതരിപ്പിച്ചത് നമുക്ക് കാണാം. വഇൻ തദാഹറ അലൈഹി ഫഇന്ന അല്ലാഹ ഹുവ മൗലാഹു വജിബ്രീലു ഫഇന്ന അല്ലാഹ ഹുവ മൗലാഹു വജിബ്രീലു വസാലിഹുൽ മുഅ്മിനീൻ വൽമലായികതു ബഅദ ദാലിക ദഹീർ. ഉമർ പറഞ്ഞതുപോലെ ഉമറിന്റെ വാക്കുകൾ ശരിവെച്ച് അള്ളാഹു ആയത്തുകൾ അവതരിപ്പിച്ച സംഭവങ്ങൾ ഒരുപാടുണ്ട്. നബിയുടെ ഭാര്യമാർ താങ്കൾക്കെതിരിൽ ഇങ്ങനെ പരസ്പരം സഹായിക്കുകയാണെങ്കിൽ അള്ളാഹുവാണ് താങ്കളുടെ രക്ഷാധികാരി. താങ്കളുടെ മിത്രങ്ങളായി ജിബ്രീലുണ്ട്, സാലിഹുൽ മുഅ്മിനീൻ, മുഅ്മിനുകളായ സാലിഹുകളായ ആളുകളുണ്ട്. ഉമർ പറഞ്ഞതുപോലെ ഞാനും അബൂബക്കറുണ്ട് എന്ന് പറഞ്ഞല്ലോ. വൽമലായികതു ബഅദ ദാലിക ദഹീർ, അള്ളാഹുവിന്റെ മലക്കുകൾ സഹായികളായുണ്ട് എന്ന് റബ്ബ് പറഞ്ഞതുപോലെ. ഇങ്ങനെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വിവരം, അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് പറഞ്ഞ് അന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് ഇറങ്ങുകയുണ്ടായി. അങ്ങനെ 29 ദിവസമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുടെ അരികിലേക്ക് ചെന്നു. ആദ്യം ചെന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്കായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബി, അങ്ങ് 30 ദിവസം ആയിരുന്നല്ലോ, ഒരു മാസമായിരുന്നല്ലോ ശപഥം ചെയ്തിരുന്നത്, ഇപ്പൊ 29 ദിവസമല്ലേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാസം എന്നാൽ 29 ദിവസമാണ്. മാസം അഫ്സൽ എന്താണ്? അത് 29 ദിവസമാണ് എന്നതാണ്. അത് നമ്മൾ കാണാതെ പോയാലാണ്, ചന്ദ്രനെ കാണാതെ പോയാലാണ് എന്ത് ചെയ്യേണ്ടത്? 30 പൂർത്തിയാക്കേണ്ടത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അതിലെ പാഠമാണ്, ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു മാസം ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് സത്യം ചെയ്താൽ 29 ദിവസം ചെയ്താൽ അത് മതിയാകുമെന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിൽ ആയത്തുകൾ അവതരിപ്പിച്ചു. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക ഇൻ കുൻതുന്ന തുരിദ്ന അൽ ഹയാത ദുനിയ വസീനതഹാ ഫതആലൈന ഉമത്തിഅകുന്ന وسرحكن سراحا جميلا وإن كنتن تردن الله ورسوله والدار الآخرة فإن الله أعد للمحسنات منكن أجرا عظيما. എന്താണ് ആയത്തുകളുടെ അർത്ഥം? നബിയെ, ഭാര്യമാരെ വിളിച്ചു പറയുക, ദുനിയാവും അതിലെ അലങ്കാരങ്ങളുമാണോ നിങ്ങൾക്ക് വേണ്ടത്? എങ്കിൽ വരൂ, നിങ്ങളെ തലാഖ് ചൊല്ലി നല്ല വിഭവം തന്ന് പിരിച്ചേക്കാം. കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെലവിന് കൂടുതൽ തരണം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇനി അതല്ല, നിങ്ങൾക്ക് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അന്ത്യദിനത്തെയുമാണ് വേണ്ടത്, അതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എങ്കിൽ അള്ളാഹു നിങ്ങളിലെ നല്ലവളായ സ്ത്രീയാരോ നല്ലവരായ സ്ത്രീകളാരോ അവർക്ക് വലിയ പ്രതിഫലം ഒരുക്കി വച്ചിരിക്കുന്നു. ഇത് എന്തിനുള്ള കൽപ്പനയാണ്? അവരോട് ഈ രൂപത്തിൽ ഏത് വേണമെന്ന് ചോദിക്കാനുള്ള കൽപ്പനയാണ്. യാ അയ്യുഹൻ നബിയ്യു ഖുൽ, നബി അവരോട് ചോദിക്കാൻ എന്നാണ് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയുടെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, യാ ആയിഷ, ഇന്നി ദാക്കിറു ലക അംറൻ, ഞാൻ ഒരു കാര്യം പറയാൻ പോവുകയാണ്. ഇന്നി ദാക്കിറു ലകി അംറൻ ഫലാ അലൈകി അല്ലാ തഅജലി ഫീഹി ഹത്താ തസ്തഅമിരി അബവൈകി. നീ തിരക്കിട്ട് മറുപടി പറയണം എന്നില്ല. നിന്റെ ഉപ്പാനോടും ഉമ്മാനോടും മാതാപിതാക്കളോടൊക്കെ ചോദിച്ചിട്ട് മറുപടി പറഞ്ഞു. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര വിശാലമായിട്ടാണ് അവരോട് പെരുമാറുന്നത്. എന്നെയാണ് ബുദ്ധിമുട്ടിച്ചത്, ഇപ്പൊ പറയും എന്തു വേണം എന്നല്ല, ഞാൻ ഒരു കാര്യം പറയാൻ പോവുക, മാതാപിതാക്കളൊക്കെ ചോദിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. എന്നിട്ട് ഈ ആയത്തുകൾ ഓതി കൊടുത്തു. ഏത് വേണം?
ഒന്നുകിൽ അവർക്ക് ദുനിയാവ് തിരഞ്ഞെടുക്കാം, അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിരിച്ചുവിട്ടേക്കും. അല്ല എങ്കിൽ ദുനിയാവിലെ ബുദ്ധിമുട്ടുകളിൽ സബർ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരായി തുടരാം. പരലോകത്ത് വലിയ സ്ഥാനമാണല്ലോ, നബിയുടെ ഭാര്യമാരാവുക എന്ന സ്ഥാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ പ്രയാസത്തിലായിരുന്നു ഒടുവിൽ വരെ കഴിഞ്ഞിരുന്നത്, ബുദ്ധിമുട്ടായിരുന്നു, പട്ടിണിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ വരെ പടയെങ്കിൽ ജൂതന്റെ കയ്യിൽ പണയത്തിലായിരുന്നു, പ്രയാസം കൊണ്ടായിരുന്നു. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞാൽ സഹാബത്ത് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊതുവെയുള്ള രീതി ആളുകളോട് പറയാതെ ഇരിക്കുക എന്നതാണ്. നോക്കൂ, അങ്ങനെ ഇത് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഉടനെ പറഞ്ഞു, നബി, ഇതാണോ ഞാൻ എന്റെ മാതാപിതാക്കളോട് പോയി ചോദിക്കേണ്ടത്? ഇതാണോ ഞാൻ അവരോട് അഭിപ്രായം ചോദിക്കേണ്ടത്? ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും അന്ത്യദിനത്തെയും തെരഞ്ഞെടുത്തിരിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുള്ള ഭാര്യമാരുടെ അരികിലേക്ക് കൂടി ഇത് ചോദിക്കാൻ ചെന്നു. അവരെല്ലാം ഇതേ മറുപടിയാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതുകൊണ്ടാണ് ഒരു പ്രത്യേക പദവി നൽകിയെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. കാരണം ശേഷം സൂറത്തുൽ അഹ്സാബിൽ അള്ളാഹു ആയത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്, എന്ത്? നബിയെ, ഈ ഭാര്യമാരെ ഇനി ഒഴിവാക്കിക്കൂടാ, അതുപോലെ ഇവർക്ക് പുറമെ ഇനി വേറെ വിവാഹം ചെയ്യാൻ പാടില്ല എന്നൊടുവിൽ അള്ളാഹു ആയത്തിറക്കിയത് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിന് നൽകിയ പ്രതിഫലമാണ് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം. കാരണം ചോദിച്ചപ്പോൾ അവരിൽ ഒരാളും, നബിയുടെ ഭാര്യമാരിൽ ഒരാളും തന്നെ എന്ത് പറഞ്ഞില്ല? ദുനിയാവ് മതി, ഞങ്ങൾ പോയിക്കോളാം എന്ന് പറഞ്ഞില്ല. മറിച്ച് ഞങ്ങൾക്ക് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും പരലോകത്തെയും മതി എന്നാണ് അവരെല്ലാം പറഞ്ഞത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരെ ഇലാ ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അരികിൽ ചെല്ലുകയില്ല, ഒരു മാസം ചെല്ലുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത സംഭവം. ഇനി സീറയിൽ അടുത്ത വരികൾ ശ്രദ്ധിക്കാം. ثم النجاشي نعى وصلى عليه من طيبة نال الفضلا ومات إبراهيم في العام الأخير والبجلي أسلم واسمه جرير. മൂന്ന് സംഭവങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, നജാഷിയുടെ മരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഗായിബിന്റെ മയ്യിത്ത് നിസ്കാരം നിർവഹിച്ചത്, അഥവാ മയ്യിത്ത് മുന്നിലില്ലാത്ത മയ്യിത്ത് നിസ്കാരം നിർവഹിച്ച സംഭവം. രണ്ടാമത്തേത്, നബിയുടെ മകൻ ഇബ്രാഹിം ഹിജ്റ 10ാമത്തെ വർഷം മരണപ്പെട്ടത്. മൂന്നാമത്തെ സംഭവം, ജരീർ ഇബ്നു അബ്ദുല്ലാഹ് അൽ-ബജലി റളിയല്ലാഹു അൻഹു എന്ന സഹാബിയും അദ്ദേഹത്തിന്റെ ഗോത്രമായ ബജീല ഗോത്രവും മുസ്ലിമീങ്ങളായ സംഭവം. ഒന്നാമത്തേത് നജ്ജാഷിയുടെ മരണമാണ്. സുമ്മൻ നജ്ജാഷിയ നആ, നബിയാണ് നജ്ജാഷിയുടെ മരണവിവരം സഹാബത്തിനെ അറിയിച്ചത്. വസല്ല അലൈഹി മിൻ തൈബ, മദീനയിൽ വെച്ച് നബി അദ്ദേഹത്തിന് മയ്യിത്ത് നിസ്കരിച്ചു. നാൽ അൽ ഫദ്ല, അങ്ങനെ ആ ശ്രേഷ്ഠത നജ്ജാഷി കരസ്ഥമാക്കി. ഹിജ്റ 9ാമത്തെ വർഷം റജബ് മാസമായിരുന്നു നജ്ജാഷി മരണപ്പെട്ടത് എന്നാണ് പല ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലും ഉള്ളത്. നജ്ജാഷി ഏത് നാട്ടിലെ രാജാവായിരുന്നു? ഹബശ, അബ്സീനിയയിലെ രാജാവായിരുന്നു. അദ്ദേഹം ആദ്യം നസ്രാനിയായിരുന്നു, ക്രൈസ്തവനായിരുന്നു. പിന്നീട് ജഅഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യാൽ അദ്ദേഹം മുസ്ലിമായി. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അവിടെ അബ്സീനയിൽ അദ്ദേഹത്തിന് മയ്യിത്ത് നിസ്കരിക്കാൻ മുസ്ലിമീങ്ങളില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ഗായിബിന്റെ മയ്യിത്ത് നിസ്കാരം നിർവഹിച്ചു. മുന്നിൽ മയ്യിത്ത് ഇല്ലാത്ത മയ്യിത്ത് നിസ്കാരമാണ് അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റാർക്ക് വേണ്ടിയും ഇങ്ങനെ മയ്യിത്ത് നിസ്കരിച്ചതായി ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് സഹിഹായി കാണാൻ കഴിയുകയില്ല. നജ്ജാഷിക്ക് മാത്രമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അങ്ങനെ ഗായിബിന്റെ മയ്യിത്ത് നിസ്കാരം നിർവഹിക്കണമെങ്കിൽ ഒന്നുകിൽ അദ്ദേഹത്തിന് മയ്യിത്ത് നിസ്കരിക്കാൻ ആളുകൾ ആരും ഇല്ലാതിരിക്കണം. അപ്പോ അദ്ദേഹത്തിന് മയ്യിത്ത് നിസ്കാരം നടക്കാത്തതുകൊണ്ട് അദ്ദേഹം മയ്യിത്ത് മുന്നിലില്ല എങ്കിലും മറ്റുള്ള മുസ്ലിമീങ്ങൾക്ക് മയ്യിത്ത് നിസ്കരിക്കാം. അല്ല എങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഇസ്ലാമിന് വലിയ സേവനങ്ങൾ ചെയ്ത രാജാക്കന്മാരെ പോലെയുള്ള അങ്ങനെയുള്ള വലിയ പദവികളിലുള്ളവർ മരണപ്പെട്ടാലും അങ്ങനെ ചെയ്യാമെന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ പല രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ മരണപ്പെട്ടപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലെയുള്ളവർ മയ്യിത്ത് നിസ്കരിക്കാൻ പ്രത്യേകമായി പറഞ്ഞത്.
അവൻ ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരിയുടെ സഹീഹിലും മുസ്ലിമിന്റെ സഹീഹിലുമുള്ള ഒരു ഹദീസാണ്. നജ്ജാശി മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങളുടെ സഹോദരൻ മരണപ്പെട്ടിരിക്കുന്നു, അദ്ദേഹത്തിനു വേണ്ടി നിങ്ങൾ പാപമോചനം തേടുക. അതുകൊണ്ട് ഒരാളുടെ മരണം മറ്റൊരാളെ അറിയിക്കുമ്പോൾ സുന്നത്താണ് അതിന്റെ കൂടെ എന്ത് പറയുക? ഇസ്തഗ്ഫിറൂ, നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പൊറുക്കലിനെ തേടുക. നമ്മളെല്ലാവരും അദ്ദേഹത്തിന് പൊറുക്കാൻ അല്ലാഹു ദുആ ചെയ്യുക എന്ന് ആളുകളോട് പറയൽ സുന്നത്താണ്. മരണം ഇവരെ അറിയിക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന് മഗ്ഫിറത്തിന് പ്രാർത്ഥിക്കണം എന്ന് പറയൽ സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നജ്ജാശിയുടെ മരണവിവരം അറിയിച്ചപ്പോൾ ചെയ്തതാണ്. പൊതുവെ ആളുകൾ പലരും ചെയ്യാറുണ്ട്, നല്ല കാര്യമാണ്. അതുപോലെ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാതൽ യൗമ റജുലുൻ സാലിഹ്, ഇന്ന് സാലിഹായ ഒരു മനുഷ്യൻ മരണപ്പെട്ടിരിക്കുന്നു. അപ്പൊ നോക്കൂ, ഇങ്ങനെല്ലാം ശ്രേഷ്ഠതകൾ ആർക്ക് ലഭിച്ചു? നജ്ജാശിക്ക് ലഭിച്ചു. അദ്ദേഹം വിദൂരമായ നാട്ടിൽ ആരും മയ്യിത്ത് നിസ്കരിക്കാനില്ലാതെ മരണപ്പെട്ടപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വലിയ ശ്രേഷ്ഠത അദ്ദേഹത്തിന് നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നിസ്കരിക്കുക എന്ന ശ്രേഷ്ഠത, അത് ചില്ലറ ശ്രേഷ്ഠതയാണോ? ഒരിക്കലുമല്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ ഇബ്നു ഉമർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ ഖബറിലേക്ക് വെക്കുന്നത് കാണുകയുണ്ടായി. രാത്രിയാണ്. ആരൊക്കെ കൂടിയിട്ടാണ് ഖബറിൽ വെക്കുന്നത്? അബൂബക്കറും ഉമറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൂന്ന് പേരും കൂടി ഒരാൾ ഖബറിൽ വെക്കുകയാണ്. ഒരു സഹാബി ഇത് കണ്ടിട്ട് പറയാൻ, ആ മയ്യിത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി, ആ മയ്യിത്ത് ഞാനായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്നഹു, അദ്ദേഹം തല്ലഅൽ ഖുർആൻ, ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുന്ന ആളായിരുന്നു. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായ കാര്യമല്ല. മുഅ്മിനുകളായ ആളുകളാണ് എങ്കിൽ അത് നിസ്സാരമായ കാര്യമല്ല. ഇതിനുശേഷം ഇവിടെ പറഞ്ഞ സന്ദർഭം ഇബ്രാഹിമിന്റെ മരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂന്നാമത്തെ ആൺകുട്ടിയാണ് ഇബ്രാഹിം. മാരിയത്തുൽ ഖബ്തിയയിലാണ് ഇബ്രാഹിം ജനിച്ചത്. ഇബ്രാഹിമിന്റെ ജനനവും മറ്റു കാര്യങ്ങളും മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഹിജ്റ 10ാമത്തെ വർഷം ഇബ്രാഹിമിന് മുലയൂട്ടിയിരുന്ന ഉമ്മു സൈഫ് എന്ന സ്ത്രീയുടെ വീട്ടിൽ വെച്ചാണ് ഇബ്രാഹിം മരണപ്പെടുന്നത്. 16 മാസമായിരുന്നു പ്രായം, ഏതാണ്ട് 1.5 വയസ്സിനോട് അടുപ്പിച്ചായിരുന്നു പ്രായം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയെ ഇടയ്ക്കിടെ കാണാൻ ചെല്ലാറുണ്ടായിരുന്നു, എടുത്തു ചുംബിക്കുമായിരുന്നു. അങ്ങനെ കുട്ടി മരണപ്പെടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ വെച്ച് അതിങ്ങനെ ശ്വാസം വലിച്ചുകൊണ്ടിരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചോദിച്ചു, നബി അങ്ങ് കരയുകയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഇബ്നു ഔഫ് ഇന്നഹാ റഹ്മ, ഇബ്നു ഔഫ്, ഇത് റഹ്മത്താണ്, കാരുണ്യമാണ്. എന്നിട്ടാണ് നബി പറഞ്ഞത്, ഇന്നൽ ഐന തജ്മഅ വൽ ഖൽബ യഹ്സൻ വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബന വഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ. കണ്ണുകൾ നനയും, ഹൃദയം വേദനിക്കും, പക്ഷേ നമ്മുടെ റബ്ബിന് തൃപ്തിയുള്ളതല്ലാതെ നാം നാവുകൊണ്ട് പറയുകയില്ല. ഇബ്രാഹിം, നിന്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഇബ്രാഹിമ ഇബ്നി, ഇബ്രാഹിം എന്റെ മകനാണ്. വഇന്നഹു മാത ഫിസ്സജി, മുലകുടി പ്രായത്തിലാണ് ഇബ്രാഹിം മരണപ്പെട്ടത്, മുലകുടി പൂർത്തിയായിട്ടില്ല. വഇന്ന ലഹു ലദിറൈനി തുക്മിലാന റദാഅഹു ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഇബ്രാഹിമിന് മുലയൂട്ടാൻ 2 സ്ത്രീകൾ ഉണ്ടായിരിക്കും, ബാക്കി പൂർത്തിയാക്കും, ബാക്കിയുള്ള പൂർത്തിയാകാനുള്ള മാസങ്ങൾ പൂർത്തിയാക്കുമെന്ന് ഇബ്രാഹിമിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. സഹാബിമാരിൽ നിന്ന് ഒന്നിലധികം പേരിൽ നിന്ന് റിവായത്ത് വന്നിട്ടുണ്ട്, ഇബ്രാഹിം എങ്ങാനും ജീവിച്ചിരുന്നുവെങ്കിൽ ഒരു നബിയാകുമായിരുന്നു. പക്ഷേ റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരു നബി ഉണ്ടാവുകയില്ല എന്നാണ് നിശ്ചയിച്ചത്. അല്ല എങ്കിൽ ഇബ്രാഹിം നബിയാകുമായിരുന്നു എന്ന് സഹാബത്ത് റളിയല്ലാഹു അൻഹും പറഞ്ഞതായി പല റിവായത്ത്, ഒന്നിലധികം സഹാബിമാരിൽ നിന്ന് വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിവരം ലഭിക്കാതെ അവർ പറയുകയില്ല. അത്തരം കാര്യങ്ങൾക്ക് ലഹു ഹുക്മുർ റഫഅ എന്ന് പറയും. അദൃശ്യ ഗൈബിയ അത്തരം കാര്യങ്ങൾ സഹാബത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിധിയാണ് പൊതുവെ അതിന് ഉണ്ടാവുക. ഇബ്രാഹിമിനെ ബഖീഇൽ ഖബറടക്കി, ബഖീഇലാണ് ഇബ്രാഹിമിനെ ഖബറടക്കിയത്. ആ സന്ദർഭത്തിലാണ് സൂര്യന് ഗ്രഹണം ബാധിച്ചത്.
ആളുകൾ പലരും പറഞ്ഞു, നോക്കൂ, നബിയുടെ മകന്റെ മരണം കാരണത്താലാണ് സൂര്യന് ഗ്രഹണം ബാധിച്ചത്. ജാഹിലിയത്തിന് അങ്ങനെ ഒരു വിശ്വാസമുണ്ടായി. ഗ്രഹണം സംഭവിച്ചാൽ ഒന്നുകിൽ അദീമായ മഹാനായ ആരോ മരണപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മഹാനാകാൻ പോകുന്ന ആരോ ജനിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു വിശ്വാസം ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു. ഇതാളുകൾ പറയുന്നു എന്നറിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടുമുണ്ട് ശരിക്കുടുക്കുക പോലും ചെയ്യാതെ അതിങ്ങനെ വലിച്ചു പിടിച്ച് മസ്ജിദിലേക്ക് ചെന്ന് പ്രസംഗിക്കുകയാണ്. കാരണം പ്രയാസകരമായ സന്ദർഭത്തിലാകട്ടെ, ഏത് സമയത്താകട്ടെ, ആളുകൾ അങ്ങനെയുള്ള ഇസ്ലാമിൽ നിരക്കാത്ത വിശ്വാസം വെച്ചു പുലർത്തിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുവദിക്കുകയില്ല. വാക്ക് നബി വിട്ടുകൊടുക്കുകയില്ല. ഓട്ടെ, ഏതെങ്കിലും കാഫർ അത് കേട്ട് മുസ്ലിം ആയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പം ഉണ്ടണ്ട എന്ന് പറഞ്ഞോ? ഇല്ല. അങ്ങനെയുള്ള വ്യക്തിപൂജകളോ അല്ലെങ്കിൽ ഇസ്ലാമിന് നിരക്കാത്ത അമിത പ്രശംസകളോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിനും അനുവദിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാഹ്. സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ആയത്തുകളിൽപ്പെട്ട രണ്ട് ആയത്തുകളാണ്. لا ينكسفان لموت أحد ولا لحياته. അതിന് ഗ്രഹണം ബാധിക്കുകയില്ല. ഒരാളുടെ ജനനം കാരണത്താലോ മരണം കാരണത്താലോ അതിന് ഗ്രഹണം ബാധിക്കുകയില്ല. فإذا رأيتموها فادعوا وصلوا حتى تنجلي. അതുകൊണ്ട് നിങ്ങൾ അത് കണ്ടാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, നീങ്ങിപ്പോകുന്നത് വരെ നിസ്കരിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതാണ് ഇബ്രാഹിമിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അടുത്തത് ഈ സീറയിൽ നിങ്ങൾ കേട്ടത് ജരീർ ഇബ്നു അബ്ദുല്ലാഹ് അൽ ബജലി റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമാണ്. ബജീല ഗോത്രത്തിന്റെ നേതാവായിരുന്നു ജരീർ ഇബ്നു അബ്ദുല്ലാഹ് അൽ ബജലി റളിയല്ലാഹു അൻഹു. ജരീർ ഇബ്നു അബ്ദുല്ലാഹ് അൽ ബജലി ഈ സഹാബിയാണ് സഹീഹ് മുസ്ലിമിലെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഉദ്ധരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് കേവലം 5 ദിവസം മുമ്പ് ഞാൻ കേട്ടു എന്ന് പറഞ്ഞ ഖബറുകൾ കെട്ടിപ്പോക്കരുത് എന്ന ഹദീസ് ഉദ്ധരിച്ചത്. അലാ ഇന്ന മൻ കാന ഖബ്ലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസാലിഹിഹിം മസാജിദ അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ ഇന്നി അൻഹാകും അൻ ദാലിക്. നിങ്ങൾക്ക് മുൻപുള്ളവർ അവരുടെ നബിമാരുടെയും സാലിഹുകളുടെയും ഖബറുകളെ മസ്ജിദുകളാക്കിയിരുന്നു, ആരാധനാ കേന്ദ്രങ്ങളാക്കിയിരുന്നു. നിങ്ങൾ ഖബറുകളെ മസ്ജിദുകളാക്കരുത്. ഇന്നി അൻഹാകും അൻ ദാലിക്. ഞാനത് നിങ്ങളോട് വിലക്കുന്നു. ഇവിടെ അവസാന സമയത്ത് ഇനി ആ നിയമത്തിൽ നസ്ഖില്ല, ഒരു മാറ്റമില്ല. അതുപോലെ പല രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. പഴയകാലക്കാർ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് ചെയ്യരുതെന്നായി. നിങ്ങളങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇന്നി അൻഹാകും അൻ ദാലിക്. ഞാൻ നിങ്ങളോടത് വിലക്കുന്നു എന്ന് പറഞ്ഞു. പല രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. ആ ഹദീസ് റിവായത്ത് ചെയ്ത പ്രസിദ്ധനായ സഹാബിയാണ് ജരീർ ഇബ്നു അബ്ദുല്ലാഹ് അൽ ബജലി. ബജീല ഗോത്രത്തിന്റെ നേതാവായിരുന്നു അദ്ദേഹം. വലിയ ഭംഗിയുണ്ടായിരുന്ന സഹാബിയായിരുന്നു. എത്രത്തോളം യൂസുഫ് ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ യൂസുഫാണ് എന്ന് വരെ അദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ട്. ഇത്രയും ഭംഗിയുള്ള സഹാബിയായിരുന്നു അദ്ദേഹം. വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കുതിരപ്പുറത്ത് അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല, വീണുപോകുന്നു എന്ന് പറഞ്ഞപ്പോൾ നെഞ്ചിൽ തട്ടി അദ്ദേഹത്തിന് ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ സബ്ബിത്ഹു, അല്ലാഹു ഇദ്ദേഹത്തിനെ ഉറപ്പിച്ചു നിർത്തണമേ. വജഅൽഹു ഹാദിയൻ മഹ്ദിയ, സന്മാർഗം സ്വീകരിച്ച സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആളാക്കണമേ ഇദ്ദേഹത്തെ എന്നെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജരീറിനു വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ജരീർ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് നമുക്ക് കാണാം. മാ റആനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തു ഇല്ലാ തബസ്സമ ഫി വജ്ഹി. നബിയെ ഞാൻ എപ്പോൾ കണ്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ മുഖത്തു നോക്കി ചിരിക്കുകയുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കാണുമ്പോഴെല്ലാം എൻ്റെ മുഖത്തു നോക്കി ചിരിക്കുമായിരുന്നു എന്ന് ജരീർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിൽ ഇനി നമുക്ക് പറയാനുള്ളത് ഹജ്ജത്തുൽ വദാ ആണ്. നബിയുടെ ഹജ്ജിനെ കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് വരുന്ന ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു തആല അലം. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.